എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 18 ശ്ലോകം 14, 15, 16, 17, 18, 19, 20 7 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ശ്രീ ശുകബ്രഹ്മർഷി പറയണു പരീക്ഷിത്ത് മഹാരാജാവിനോട്, അങ്ങേ പോലെ ഇത്രയും ശ്രദ്ധയോട് കൂടി ഭഗവാന്റെ ലീലകൾ കേട്ടിരിക്കണ വേറെ ഒരാളില്ല. അതുകൊണ്ട് അങ്ങയോട് പറയാനും നല്ല രസം. ഭഗവാന്റെ ആ കളികള് അത് കേൾക്കാനും ഭാഗ്യം വേണം അല്ലേ? ബാലലീലകള് അങ്ങനെ എന്തൊക്കെ കളികളാ കളിച്ചിരിക്കണത് കണ്ണൻ രാമനും ആ ഗോപന്മാരും കൂടിയിട്ട്. അതാ വിസ്തരിച്ചു പറയണു അടുത്ത ശ്ലോകങ്ങളില്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദ മാധവം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ക്വചിത് ബില്വൈ ക്വചിൽ കുംഭൈ ക്വചാമലകമുഷ്ടിഭി അസ്പൃശ്യ നേത്രബന്ധാദ്യൈ ക്വചിൻ മൃഗഖഗേഹയാ. ചിലപ്പോ ഈ കൂവളത്തിന്റെ കായയില്ലേ അതുകൊണ്ട് ഇങ്ങനെ എറിഞ്ഞു കളിക്കുക. ചിലപ്പോ ഗുൽഗുലുന്റെ കായ കൊണ്ടായിരിക്കും അങ്ങനെ എറിയ അങ്ങോട്ടും ഇങ്ങോട്ടും പന്തെറിയണ മാതിരി. ചിലപ്പോ നെല്ലിക്ക വാരി കയ്യില് പിടിച്ചിട്ട് ഇതിലെത്ര ഉണ്ടെന്ന് നിറച്ചങ്ങൾ എടുക്കും കയ്യില്. ഇതിലെത്ര ഉണ്ടെന്ന് അങ്ങോട്ട് പറഞ്ഞ ആള് ജയിച്ചു, അയാൾക്ക് സമ്മാനം എന്ന് പറയും. പറയാത്തവൻ തോറ്റു. അങ്ങനെ കളിക്കുക. പിന്നെ തൊടാക്കളി, ഓടും, കണ്ണുകെട്ടിക്കളി, മൃഗങ്ങളുടെയും പക്ഷികളുടെയും മാതിരി ചാടുക, കരയുക മുതലായ പല മാതിരിയുള്ള കളികള്. അങ്ങനെ എന്തൊക്കെ കളികള് കുട്ടികൾ കളിക്കോ അതെല്ലാം രാമകൃഷ്ണന്മാരും കുട്ടികളും കൂടി കളിച്ചു എന്ന് പറഞ്ഞു. കണ്ണുകെട്ടി കളി. ഇപ്പൊ കണ്ണുകെട്ടി വിടണത് ആരാ? ഇവരെന്നെയാണ് അതിന്റെ നേതാക്കന്മാര്. രാമനും കൃഷ്ണനും മുറുക്കെ അങ്ങോട്ട് കെട്ടിക്കൊടുക്കും കുട്ടികളുടെ. എന്നിട്ട് പറയും, അതെ ആ കെട്ടഴിച്ച് വന്നിട്ട് ഞങ്ങളെ തൊടണം, എന്നെ തൊടണം. ആദ്യം ആരാ തൊടണേച്ചാ ആള് ജയിച്ചു, മറ്റാള് തോറ്റു. കൃഷ്ണനെ തൊടുന്നവൻ ജയിക്കും, അല്ലാത്തവൻ തോൽക്കും. അതാണ് ഭഗവാൻ അത് കാണിച്ചു കൊടുക്കാണ്. കൃഷ്ണൻ കെട്ടിയ മായാബന്ധം അഴിച്ച് ആർക്ക് മുമ്പിൽ കൃഷ്ണ സമീപത്തിൽ ചെല്ലാൻ സാധിക്കുമോ അവൻ ഈ സംസാര സമുദ്രത്തിൽ നിന്ന് കരകയറി രക്ഷപ്പെടും. അല്ലാത്തവനോ അത് കിടന്ന് നരകിക്കും. ഇങ്ങനെയുള്ള തത്വങ്ങള് ബാലലീലകൾ കൊണ്ട് തന്നെ ഭഗവാൻ വെളിപ്പെടുത്തുന്നു. കുജിച്ചതർദുരപ്ലാവേ വിവിധേ ഉപഹാസകൈ കഥാചിൽ സ്പന്ദോളികയാ കർഹിച്ചിൽ നൃപചേഷ്ടയാ. തവളച്ചാട്ടം, നല്ല രസമായിട്ടുള്ള തമാശയായിട്ടുള്ള ചിരിപ്പിക്കണ വിധത്തിലുള്ള പല വേഷങ്ങൾ കിട്ടുക. ഊഞ്ഞാലാട്ടം, രാജാവും മന്ത്രിയും കളിക്കുക, കള്ളന്മാരെ ശിക്ഷിക്കുക മുതലായിട്ടുള്ള ആ രാജാവ് എങ്ങനെയാ കള്ളന്മാരെയൊക്കെ ശിക്ഷിക്കണ അതൊക്കെ എങ്ങനെ രാജാവായിട്ട് ഭഗവാൻ ഇരിക്കും. ബാക്കിയുള്ള കുട്ടികൾ അങ്ങനെയൊക്കെയുള്ള പലതരം കളികൾ കളിച്ചു. ഏവം തൗ ലോകസിദ്ധാഭി ക്രീഡാഭിശ്ചേരദുർവനെ നദ്യാദ്രിദ്രോണി കുഞ്ചേഷു കാനനേഷു സരസ്സുച. ഇങ്ങനെ രാമകൃഷ്ണന്മാര് പുഴ, മലയടിവാരം, തടാകം മുതലായിട്ടുള്ള സ്ഥലങ്ങള് ലൗകികങ്ങളായ ബഹുവിധ വിനോദങ്ങള് അനുഷ്ഠിച്ചും കൊണ്ട് കാട്ടിലിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഒരു സ്ഥലത്ത് കുറച്ചു നേരം കളിക്കും, പിന്നെ അവിടുന്ന് പോകും, വേറെ സ്ഥലത്ത് പോകും. അപ്പോഴേക്കും പശുക്കളെ മാറ്റി കെട്ടണം പുല്ലുള്ള ഇടത്ത് അല്ലെ, പുല്ലൊക്കെ തിന്നു കഴിയുമ്പോ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ആ തടാകത്തിൽ പോയിട്ട് നല്ല ശുദ്ധജലം കുടിക്കും. അപ്പൊ ഈ രണ്ട് മലകളുടെ ഇടയിലുള്ള താണഭൂമിക്കാണ് ദ്രോണി എന്ന പേര്. അപ്പൊ നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. പച്ചപ്പുല്ല് നിറഞ്ഞു നിൽക്കുന്നു, നിറച്ച് പൂക്കളും ഇലകളും അല്ലെ. കുട്ടികൾക്ക് ഇങ്ങനെ കളിക്കാൻ പറ്റിയ സ്ഥലം. അങ്ങനെയുള്ള സ്ഥലം മാത്രമേ ഭഗവാൻ തിരഞ്ഞെടുക്കുള്ളൂ. പശുംശ്ചാരയതോ ഗോപൈ തദ്വനേ രാമകൃഷ്ണയോ ഗോപരൂപീ പ്രലംബോഗാത് അസുര തജ്ജിഹീർഷയാ. അങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് വന്നു കംസൻ. കാട്ടിലാണ് രാമകൃഷ്ണന്മാരെന്ന് അറിഞ്ഞു അയച്ചു ഒരു അസുരനെ, പ്രലംബാസുരൻ. അവനെങ്ങനെയാ ഒരു ഗോപക്കുട്ടിയുടെ വേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഗോപന്മാര് കുറെ പേരുണ്ടല്ലോ,
അപ്പൊ അത് അറിയില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ അവര് കാട്ടില് രാമനും കൃഷ്ണനും ഗോപന്മാരോട് ഒരുമിച്ച് ഇങ്ങനെ പശുക്കളെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് പ്രലംബൻ ആ കുട്ടികളുടെ കൂട്ടത്തിലെ ഒരാളായിട്ട് അസുരനാണെന്ന് മനസ്സിലാവാതെ വന്നു. രാമകൃഷ്ണന്മാരെ പിടിച്ച് എടുത്ത് കൊണ്ടുപോകണമെന്നാണ് അവന്റെ വിചാരം. അതിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. കംസന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം രണ്ടെണ്ണത്തിനെയും എന്നുള്ള ഉദ്ദേശത്തിലാണ്. തം വിദ്വാനപിദാശാർഹോ ഭഗവാൻ സർവദർശന അന്വമോദത തൽസഖ്യം വധം തസ്യ വിചിന്തയൽ. ഭഗവാന് മനസ്സിലാവാതിരിക്കോ അവന്? അതന്നെ, അവനറിയില്ലല്ലോ. എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ. തങ്ങളെ അപഹരിക്കാൻ ഇച്ഛിച്ച് ഗോപവേഷം ധരിച്ച് കൂട്ടത്തിൽ വന്നു ചേർന്ന അസുരനെ അറിഞ്ഞു. എങ്കിലും അറിഞ്ഞു എന്നൊന്നും നടിച്ചില്ല. സന്തോഷായിട്ട് അവന്റെ അടുത്ത് വന്ന് ആഹാ നമുക്ക് കളിക്കാം എന്നൊക്കെ പറഞ്ഞ് അവനെ പ്രത്യേകം അടുത്ത് ചെന്നിട്ട് പറഞ്ഞു. തത്രോ ബാഹൂയ ഗോപാലാൻ കൃഷ്ണപ്രാഹ വിഹാരവിത് ഹേ ഗോപാ വിഹരിഷ്യാമോ ദ്വന്ദ്വീഭൂയ യഥായഥം. അപ്പൊ നല്ലോണം കളിക്കാൻ അറിയണ നമ്മുടെ കണ്ണൻ നല്ലൊരു സമനിരപ്പായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോയി. എല്ലാവരും കൂടി നമുക്ക് ഇവിടെ നിന്നിട്ട് കളിക്കാം എന്ന് പറഞ്ഞു. ഹേ ഗോപന്മാരെ, ഇങ്ങോട്ട് വരൂ. നമ്മളെല്ലാവരും 2 ടീമായിട്ട് ചേർന്നിട്ട് കളിക്കണം. വയസ്സ്, ബലം മുതലായ യോജിച്ചിരിക്കുന്ന ഈ 2 പേർ ചേർന്ന് കളിക്കാം. ചേർച്ചയില്ലാത്തവർ തമ്മിൽ ചേരരുത് എന്ന് ആ ഗോപന്മാരെ വിളിച്ച് അടുത്ത് നിർത്തിയിട്ട് പറഞ്ഞു. അങ്ങനത്തെ കളിയാണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോണത്. തത്ര ചക്രു പരിവൃഢൗ ഗോപാരാമജനാർദ്ദനൗ കൃഷ്ണ സംഘട്ടിന കേജിത് ആസൻ രാമസ്യ ചാപരേ. അപ്പൊ ടീമായിട്ട് 2 പക്ഷമായിട്ട് ഇങ്ങനെ കളിക്കുമ്പോ ഓരോ സംഘത്തിലുള്ള നായകന്മാർ, അവര് ടീമിന്റെ ക്യാപ്റ്റന്മാര്, ഓരോ സംഘത്തിലുള്ള ആ നായകന്മാർക്ക് ക്യാപ്റ്റൻ എന്നാണല്ലോ പേര്. അപ്പൊ ഗോപന്മാര് ഈ കളിയില് രാമകൃഷ്ണന്മാരെയാണ് ക്യാപ്റ്റന്മാരായിട്ട് കൽപ്പിച്ചിരിക്കുന്നത്. 2 പേരും, രാമനും കൃഷ്ണനും. അപ്പൊ ചിലര് രാമന്റെ കൂട്ടത്തിൽ ചേർന്നു, രാമന്റെ ടീമില്, മറ്റവര് കൃഷ്ണന്റെ ടീമിലും ചേർന്നു. അങ്ങനെയാണ് കളി. അപ്പൊ കളിയിൽ എങ്ങനെയാ നിയമം എന്ന് വെച്ചാൽ ആദ്യം തോറ്റവര് ജയിച്ചവരെ പുറത്തെടുത്ത് നടക്കണം കഴുത്തിലെ ഏറ്റിട്ട്. അതാണ് കളി. ആ കളികളെയൊക്കെ പറ്റി നമുക്ക് നാളെ കേൾക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.